ഹലോ ഗൈസ്, മൗനരാഗത്തിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ കിരൺ കല്യാണിനെ ഒരു വിധത്തിൽ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ. നീ പോയിട്ട് വാ എന്നൊക്കെ പറയുമ്പോൾ കല്യാണി പറയുന്നുണ്ട്, ആദർശനെ നയനേനെയും പോലെ സ്നേഹിച്ചു തുടങ്ങുന്നവരാണെങ്കിൽ ഇങ്ങനൊരു അകൽച്ച ഉണ്ടാവുന്ന സ്നേഹം ഉണ്ടോ എന്നറിയാമെന്നുള്ളത്, പക്ഷെ നമ്മൾ പിരിയുന്നത് ആദ്യമായിട്ടല്ലേ എന്നൊക്കെ പറഞ്ഞ് ആകെ സങ്കടപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോൾ കിരൺ ചേർത്ത് പിടിക്കുക, എന്നിട്ട് പറയുന്നുണ്ട്, നീ പോയിട്ട് വാ, എന്തായാലും ചാനലൊക്കെ കവർ ചെയ്യുമല്ലോ, എനിക്കിവിടെ ഇരുന്നാണേലും കാണാമല്ലോ, ഒഴിവാക്കാൻ പറ്റാത്തതുകൊണ്ടെന്നൊക്കെ കിരൺ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ. എന്നിട്ട് കിരണും കല്യാണി കെട്ടിപ്പിടിച്ചിങ്ങനെ ഇരിക്കുവാണ്. പിന്നെ കാണിക്കുന്ന സരയുവിനെയാണ്. സരയു കുഞ്ഞിന് വേണ്ടിയിട്ട് ഓരോ കുഞ്ഞുടുപ്പൊക്കെ തയ്ക്കുവാണ് കേട്ടോ. ഇത് കണ്ടുവന്ന ശാരി പറയുവാണ്, ഞാനും മോളുണ്ടായ സമയത്ത് ഇതുപോലെ കുറേ തയ്ച്ചായിരുന്നു. അന്ന് പിന്നെ കടകളൊന്നും ഇല്ലായിരുന്നു, രൂപയായിരുന്നു അന്ന് ഏറ്റവും കൂടുതൽ മോൾക്ക് വേണ്ടി കുഞ്ഞുടുപ്പ് തയ്ച്ച് തന്നതെന്ന് പറയുവാണ് കേട്ടോ. അത് കേട്ട് സരയു പറയാണ്, അന്ന് തലയിലെടുത്ത് വെച്ചവരൊക്കെ ഇപ്പം താഴെ എടുത്തിടുക, അതേ ഇപ്പം വേറെ ഒരു പുറംപോക്ക് വന്നിട്ട് ഞാനാ മോളെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പൊതുവേ അച്ഛന്മാർ മാറിപ്പോകുന്നു കേട്ടിട്ടുണ്ട്, ഈ അമ്മമാർ മാറിപ്പോയി, ഇതൊക്കെ എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അമ്മേ എന്ന് പറയണം കേട്ടോ. എന്നിട്ട് പറയാം, അമ്മ എന്താ അവരോടൊന്നും പറയാത്തതെന്ന് എനിക്ക് അറിയത്തില്ലാത്തതെന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ സംസാരിച്ചിരിക്കുവാണ്. ആ സമയത്ത് ശാരി പെട്ടെന്ന് പറയുന്നുണ്ട്, ഈ നാട്ടിൽ നിന്ന് പോകാം മോളെ, ഇവിടെ നിന്നിട്ടൊരു സ്വസ്ഥതയില്ല, മോളുടെ ഇനി പ്രസവം കഴിഞ്ഞപ്പോൾ പോകാമെന്നല്ലേ മനുമോൻ പറഞ്ഞേ, ഇനി ഒരു 5-6 മാസം കൂടെ കാത്തിരുന്നാൽ മതിയല്ലോ, ഈ നാട്ടിൽ നിന്ന് എവിടേക്കെങ്കിലും പോകണം, അല്ലെങ്കിൽ മനസ്സിന് ഒരു സമാധാനവും ഇല്ലയെന്ന് പറയുന്ന സമയത്താണ് രാഹുൽ വരുന്നത് കേട്ടോ. രാഹുൽ വന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പം രാഹുലിനെ മാത്രം കാണുമ്പോഴേ സരയും ശാരിയും പെട്ടെന്ന് ഞെട്ടുവാണ്, മനോഹറിന് എന്ത് പറ്റിയെന്ന്. അപ്പോൾ ശാരി പറയുന്നുണ്ട്, എൻ്റെ മോളെ ഇനി മനുമോനെ വല്ലതും ചെയ്തോ എന്നൊക്കെ ഇങ്ങനെ ടെൻഷൻ അടിച്ച് വെക്കുന്ന സമയത്ത് രാഹുലിനോട് ചോദിക്കുന്നുണ്ട്, മനു എന്തിയെന്ന് ചോദിക്കുമ്പോൾ പറയുവാണ്, അവനെന്തോ മീറ്റിംഗ് ഉണ്ട് അവിടെ നിൽപ്പുണ്ടെന്നൊക്കെ പറയുവാണ്. എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു മീറ്റിംഗ് എന്ന് സരയു ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, മീറ്റിങ്ങൊക്കെ ഉണ്ട്, കുറേ മദാമ്മമാരൊക്കെ ഉണ്ടായിരുന്നു, അതിൽ അവിടെ നടപ്പുണ്ടെന്ന് പറയുമ്പം സരയുവിന് പെട്ടെന്ന് ദേഷ്യം വന്നിട്ട് വരും കേട്ടോ. ഏത് മദാമ്മമാരുണ്ടെങ്കിലും എനിക്ക് എൻ്റെ മനുവേട്ടനെ വിശ്വാസമാണ് എന്നൊക്കെ പറയുവാണ്. ഇതൊക്കെ കേൾക്കുന്ന രാഹുൽ പറയുവാണ്, അതാ നിനക്ക് നല്ലത് എന്നൊക്കെ ഇങ്ങനെ ഓരോന്ന് പുച്ഛിക്കുമ്പം ശാരി തിരിച്ചു പറയാം, എല്ലാ ആണുങ്ങളും നിങ്ങളെപ്പോലെ ആണെന്ന് ഓർക്കരുത്, അവൻ അത്രയും ബുദ്ധിയുള്ളതുകൊണ്ടാണ് നാട്ടിൽ ഇങ്ങോട്ട് വന്ന് ഓരോ ക്ലയൻസ് അവനെ കണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് പറയുകയാണ്. അപ്പം രാഹുലും പറയുക, അത് കറക്റ്റാണ്, അവനെ വല്ലതും ത്തിൻ്റെ ഹെഡാക്കേണ്ടതായിരുന്നു, അവിടെ പെണ്ണുങ്ങളുണ്ടാവുമല്ലോ എന്നിങ്ങനെ പറയുവാണ് കേട്ടോ. വല്ല വിജിലൻസിൻ്റെയോ ഇൻ്റർനാഷണൽ കണ്ടുപിടുത്തത്തിൻ്റെയോ ഒക്കെ എന്ന് പറയുമ്പോൾ അപ്പോഴേക്കും തിരിച്ച് സരി ചോദിക്കുകയാണ്, പെണ്ണുങ്ങളുണ്ടെങ്കിൽ എന്താ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് രാഹുൽ, അല്ല ഒന്നുമില്ല, ഉണ്ടാവുമല്ലോ എന്ന് പറയുമായിരുന്നു എന്ന് പറയുവാണ്. എന്നിട്ട് രാഹുൽ പറയാം, ഇപ്പോഴല്ല നിങ്ങളൊക്കെ കരയാൻ പോകുന്നത്, ഇനി കുറച്ച് കഴിയുമ്പോഴായിരിക്കും എന്ന് പറയുമ്പോൾ ശാരി ഒന്ന് ഞെട്ടുന്നുണ്ട്. അത് കഴിയുമ്പോൾ ശാരി പറയാം, ശാരിയോട് രാഹുൽ പറയാം, എനിക്ക് തലയ്ക്ക് വട്ടൊന്നുമില്ല, പിന്നെ അന്ന് നിങ്ങളെല്ലാം കൂടെ പിടിച്ച് ഷോക്ക് തന്നതിൻ്റെ ഒരു മന്ദത എന്നിങ്ങനെ പറയുവാണ് കേട്ടോ. അത് കഴിയുമ്പോൾ സരി ചോദിക്കുകയാണ്, എവിടെ ഇടയ്ക്ക് ഭയങ്കര ഒച്ചയും ബഹളമൊക്കെ ആയിരുന്നല്ലോ എന്ന് പറയുമ്പം രാഹുൽ പറയുന്നുണ്ട്, അവൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണം ഉണ്ടായിരുന്നു, അവിടെ നിന്നായിരുന്നു ഫുഡൊക്കെ ഉച്ചയ്ക്ക്, ആ സമയത്ത് അത് കഴിയുമ്പോൾ അവൻ മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞങ്ങ് പോയിട്ടുണ്ടെന്ന് പറയുവാണ് കേട്ടോ. പിന്നെ കാണിക്കുന്ന മനോഹറിൻ്റെ ഫസ്റ്റ് നൈറ്റാണ്. ആ സമയത്ത് നിഷ പാലൊക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അത് കഴിയുമ്പോൾ നിഷയുടെ കയ്യിൽ നിന്ന് പാല് മേടിച്ച് പകുതി മനോഹർ കുടിക്കുന്നുണ്ട്, ബാക്കി പകുതി നിഷയ്ക്ക് കൊടുക്കുന്നൊക്കെ ഉണ്ട്. എന്നിട്ട് നിഷയോട് പറയുന്നുണ്ട്, മോളുവിനെ തന്നെ കെട്ടണം എന്നുള്ളതുകൊണ്ടാണ് അമ്മാവ് മരിച്ചിട്ട് ഞാൻ ഇത്രയും നിർബന്ധം പിടിച്ച് കല്യാണം കഴിച്ചതെന്നൊക്കെ പറഞ്ഞ് ഓരോന്നിരുന്ന് തള്ളുവാണ് കേട്ടോ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് മനോഹറിൻ്റെ ഫോൺ ബെല്ലടിക്കുവാണ്. ഫോൺ ബെല്ലടിക്കുമ്പോൾ പയ്യെ മനോഹർ ഫോൺ എടുത്ത് വെളിയിലോട്ട് ഇറങ്ങുവാണ് കേട്ടോ. ആ സമയത്ത് സരയുവാണ്. അപ്പം സരയു ആയതുകൊണ്ട് മനോഹർ ചിന്തിക്കുക, ഫോൺ എടുത്താൽ പ്രശ്നമാണ്, മെസ്സേജ് ഇടാം, ഐ വിൽ കോൾ യു ലേറ്റർ എന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ടിട്ട് അങ്ങ് വെക്കുവാണ് കേട്ടോ. ആ സമയത്ത് സരയു മെസ്സേജ് കാണുമ്പോഴത്തേക്കും സരയുവിനാകെ വിഷമമാവുകയാണ്. എന്നിട്ട് പറയുകയാണ്, മനുവേട്ടൻ ഇല്ലാണ്ട് എങ്ങനെ ഉറങ്ങുന്നത്, ഉറക്കവും വരുവേല, എന്ത് ചെയ്യുന്നതെന്ന് ഓർത്ത് ഇങ്ങനെ നിൽക്കുന്നതാണ് കാണിക്കുന്നത്. പിന്നെ തിരിച്ച് മുറി വരുമ്പോഴത്തേക്കും മനോഹർ നിഷയോട് പറയുന്നുണ്ട്, ഞാനോർത്തു ബന്ധുക്കാരാരേലും ആണ്, കാനഡയിൽ നിന്നൊരു ക്ലൈൻറ്റാണ് എന്നൊക്കെ പറയുവാണ്. അത് കഴിയുമ്പോൾ പറയുന്നുണ്ട്, അവിടുത്തെ ഓണാഘോഷ പരിപാടിയൊക്കെ ഞാനായിരുന്നു നേതൃത്വം നടത്തുന്നത്, ഈ വർഷം അമ്മാവൻ മരിച്ചുകൊണ്ട് എന്താ ചെയ്യുന്നതെന്നറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ് നിഷയോട്. ആ സമയത്ത് നമ്മുടെ നിഷ ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഈ തവണ ഓണം നമുക്ക് ഇവിടെ ആഘോഷിച്ചാലോ എന്നിങ്ങനെ പറയുമ്പോൾ മനോഹർ പറയുക, എന്തായി മോള് പറയുന്നത്, എന്നെ സ്വന്തം അമ്മാവനാണ് മരിച്ചത്, മോള് താലി കഴുത്തലിട്ട് ഇങ്ങനെയാണോ പറയേണ്ടതെന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് നിഷ, അയ്യോ ഞാനത് ഓർത്തില്ല, സോറി റോഹിയേട്ടാ, ക്ഷമിക്കുമെന്നൊക്കെ പറയുവാണ്. അപ്പം മനു പറയുകയാണ്, കുഴപ്പമില്ല, സാരമില്ല, പോട്ടെ എന്നൊക്കെ പറയുക. അപ്പോൾ നിഷ ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഫസ്റ്റ് നൈറ്റൊക്കെ വേണോ, അതൊക്കെ തെറ്റല്ലേ എന്നുള്ള രീതിയിൽ ചോദിക്കുമ്പോൾ പറയാം, അത് കുഴപ്പമില്ല, നമുക്ക് അമ്മാവൻ്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞാൽ നിഷേനെ ഇങ്ങനെ ചേർത്ത് പിടിക്കുവാണ് കേട്ടോ. എന്നിട്ട് നിഷയോട് പറയുന്നുണ്ട്, നമുക്ക് ബന്ധുവീട്ടിലൊക്കെ പോകണം, പിന്നെ ഹണിമൂൺ നമുക്ക് സ്വിറ്റ്സർലൻഡിലാക്കാം, പിന്നെ ഈ ചടങ്ങുകളൊക്കെ ഒന്ന് കഴിഞ്ഞ്
എന്തായാലും ഇനിയിപ്പോൾ പുറത്തോട്ടൊക്കെ പോകാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഓരോന്ന് സംസാരിച്ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അവർ സംസാരിച്ചിരുന്ന് പേ കെട്ടിപ്പിടിച്ച് കിടക്കുന്നതൊക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.